നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. മാണ്ഡോവി നദിയിലെ അനധികൃത ജെട്ടികൾ NGT കർശന വിമർശനവുമായി രംഗത്ത്. മാണ്ഡോവി നദിയുടെ ബ്രിട്ടോണ എക്കോക്സിം തീരത്ത് പ്രവർത്തിക്കുന്ന 6 അനധികൃത ജെട്ടികൾക്കെതിരെ ഉടൻ നടപടിയെടുക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഗോവ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളോട് കർശന നിർദ്ദേശം നൽകി. ഗോവ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വർഷങ്ങളായി നിഷ്ക്രിയരാണെന്ന് ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടി. 9 ജെട്ടികളിൽ 3 മാത്രമാണ് അനുമതിയുള്ളത്. ഓഷ്യൻ എയർ, ഫൺ ക്രൂയിസ്, ചാമ്പ്യൻ തുടങ്ങിയവ അനധികൃതമായി പ്രവർത്തിക്കുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും പരിസ്ഥിതിയും ബാധിക്കുന്ന ഈ ലംഘനങ്ങൾക്കെതിരെ ഉടനടി നടപടി വേണമെന്നാണ് ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടത്. സംസ്ഥാനത്തെ എല്ലാ ജെട്ടികളെക്കുറിച്ചും 6 ആഴ്ചയ്ക്കകം വിശദ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വൈദ്യുതി മന്ത്രിയുടെ ഡൈനാമിക് താരിഫ് പദ്ധതി തടസ്സത്തിൽ. ഡിസംബറിൽ നിന്ന് സൂര്യാസ്തമയത്തിന് ശേഷം ഉയർന്ന താരിഫും പകൽ കുറഞ്ഞ നിരക്കും ഏർപ്പെടുത്തുമെന്ന വൈദ്യുതി മന്ത്രി സുദിൻ ധവലിക്കറുടെ പ്രഖ്യാപനം ജനരോഷത്തിനിടയിൽ പിൻവലിച്ചു. സ്മാർട്ട് മീറ്ററുകളില്ലാതെ ഡൈനാമിക് പ്രൈസിംഗ് നടപ്പിലാക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയതോടെ പദ്ധതി മരവിപ്പിച്ചു. 7.5 ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനുള്ള 467 കോടി രൂപയുടെ പദ്ധതി മാർച്ചിൽ മന്ത്രിസഭ അംഗീകരിച്ചെങ്കിലും ഇപ്പോഴും ആദ്യഘട്ട പരീക്ഷണത്തിലാണ്. വകുപ്പ് സബ്സ്റ്റേഷനുകളിലും സർക്കാർ ഓഫീസുകളിലും മാത്രമാണ് ഇൻസ്റ്റലേഷൻ തുടങ്ങിയത്. വീടുകളിലേക്കെത്താൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരും. കേന്ദ്ര റിവാംപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സ്കീം ധനസഹായം നൽകുന്ന ഈ പദ്ധതി വൈദ്യുതി മോഷണം കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനം. എന്നാൽ പരീക്ഷണം കഴിയാതെ ജനങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് വകുപ്പ്. വാഹന മോഷണ പരിധിയിൽ FIR രജിസ്റ്റർ ചെയ്യാൻ കോടതി പനാജി പോലീസിനോട് ഉത്തരവിട്ടു. ഉടമസ്ഥാവകാശ രേഖ കാണിക്കാതെ വാഹന മോഷണ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ച പനാജി പോലീസിന് കനത്ത തിരിച്ചടി. മെഴ്സസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അങ്കിത രമേശ് നാഗ്വാങ്കർ പോലീസിന്റെ നടപടി അനുചിതമെന്ന് വിശേഷിപ്പിച്ച് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാൻ നിർദ്ദേശിച്ചു. ഭവിത് പരേഖ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. മോഷണം ഗുരുതര കുറ്റകൃത്യമാണെന്നും ഉടമസ്ഥാവകാശം തെളിയിക്കേണ്ടത് അന്വേഷണ ഘട്ടത്തിലാണെന്നും FIR രജിസ്റ്റർ ചെയ്യുമ്പോഴല്ല എന്നും കോടതി വ്യക്തമാക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെഷൻ പ്രകാരം പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരാതിക്കാരന്റെ വാഹനം മോഷ്ടാക്കൾ കൊണ്ടുപോയെന്ന് വ്യക്തമായ പരാതി ഉണ്ടായിരുന്നിട്ടും പോലീസ് നിഷേധിച്ചത് നിയമലംഘനമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കാനക്കോണയിൽ കേപ്പം ടാക്സി ഡ്രൈവറെ തടഞ്ഞുവെച്ച് അസഭ്യം വിളിച്ചതിൻ്റെ പേരിൽ 10 പേർക്കെതിരെ കേസ്. പലോലം റിസോർട്ടിൽ നിന്ന് യാത്രക്കാരെ കയറ്റാൻ ചെന്ന കേപ്പം സ്വദേശി ടാക്സി ഡ്രൈവർ ഷഹീദ് അബ്ദുൾ മജീദിനെ തടഞ്ഞുവെച്ച് അസഭ്യം വിളിച്ച കാനക്കോണ ടാക്സി ഓപ്പറേറ്റർമാർക്കെതിരെ പോലീസ് കേസെടുത്തു. വിരാജ് പാഗി ഉൾപ്പെടെ 10 പേർക്കെതിരെ BNS വകുപ്പുകൾ പ്രകാരം കാനക്കോണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഡ്രൈവറുടെ ജോലിക്കാരനായ മായൂർ റാണെ നൽകിയ പരാതിയിലാണ് നടപടി. തൊഴിൽ ചെയ്യാനുള്ള അവകാശം തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവം ഗോവയിലെ ടാക്സി മാഫിയയുടെ പഴയ മുഖം വീണ്ടും തുറന്നു കാട്ടുന്നുവെന്ന് പറഞ്ഞു. മപ്സയിൽ ആന്ധ്ര പോലീസ് സ്വർണ്ണപ്പണിക്കാരെ പിടികൂടിയതിൽ പ്രതിഷേധം. മപ്സയിൽ നിന്ന് 300 ഗ്രാം മോഷ്ടിച്ച സ്വർണം വാങ്ങിയെന്ന ആരോപണത്തിൽ ആന്ധ്രാപ്രദേശ് പോലീസ് 2 സ്വർണ്ണപ്പണിക്കാരെ കസ്റ്റഡിയിലെടുത്തത് പ്രതിഷേധത്തിന് കാരണമായി. വാറന്റോ രേഖകളോ കാണിക്കാതെ അറസ്റ്റ് നടത്തിയ നടപടി നിയമവിരുദ്ധമാണെന്ന് മപ്സ സ്വർണ്ണപ്പണിക്കാർ ആരോപിച്ചു. സംഭവത്തിൽ 100ഓളം പേർ മപ്സ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കുറ്റവാളികളെ സംരക്ഷിക്കുന്നില്ല, പക്ഷേ നിയമം അനുശാസിക്കുന്ന നടപടിക്രമം പാലിക്കണം എന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട്. ആന്ധ്ര പോലീസ് കൊണ്ടുവന്ന മോഷ്ടാവ് സ്വർണ്ണപ്പണിക്കാരെ തിരിച്ചറിഞ്ഞതായാണ് വിവരം. വൈകുന്നേരം ചർച്ചയ്ക്കൊടുവിൽ ഇരുവരെയും വിട്ടയച്ചെങ്കിലും ആന്ധ്രയിൽ ഹാജരാകാൻ നോട്ടീസ് നൽകി. ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ 5 മാസം. മപ്സ മുനിസിപ്പൽ കൗൺസിൽ വീണ്ടും വിവാദത്തിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് 5 മാസം പിന്നിട്ടിട്ടും ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത മപ്സയിലെ 6 നില കൊമേഴ്ഷ്യൽ കെട്ടിടം മുനിസിപ്പൽ കൗൺസിലിന് തലവേദനയായി. TCP ഓഫീസിനും വൈദ്യുതി വകുപ്പിനും നിലകൾ അനുവദിക്കാനുള്ള പ്രപ്പോസൽ കൗൺസിൽ മീറ്റിംഗ് അജണ്ടയിൽ വന്നതോടെ കൗൺസിലർമാർ രോഷം കൊണ്ടു. നിയമവിരുദ്ധ കെട്ടിടത്തിൽ ഓഫീസ് തുറക്കാൻ അനുവാദം തേടുന്നത് എത്ര ശരിയെന്ന് കൗൺസിലർമാർ ചോദിച്ചു. സ്വകാര്യ വ്യക്തിയുടെ 28 ചതുരശ്ര മീറ്റർ സ്ഥലം ഉപയോഗിച്ചതിൻ്റെ തർക്കമാണ് OC നൽകാത്തതിന് കാരണമെന്ന് എഞ്ചിനീയർമാർ പറയുന്നു. എന്നാൽ 200 ചതുരശ്ര മീറ്റർ ആവശ്യപ്പെട്ട ഉടമയുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും അവർ വാദിച്ചു. വിഷയം കോടതിയിലും ആയതിനാൽ ചർച്ച പിൻവലിച്ചെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. കാണാതായ ബാലനെ 48 മണിക്കൂറിനുള്ളിൽ രത്നഗിരിയിൽ നിന്ന് കണ്ടെത്തി കുടുംബത്തോടൊപ്പം തിരിച്ചെത്തിച്ചു. വാസ്കോ മുനിസിപ്പൽ ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് കാണാതായ 14-കാരനെ 48 മണിക്കൂറിനുള്ളിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്ന് വാസ്കോ പോലീസ് കണ്ടെത്തി.
തട്ടിക്കൊണ്ടുപോയെന്ന് ബന്ധുക്കൾ ഭയന്ന് പരാതി നൽകിയതിനെ തുടർന്ന് BNS ഗോവ ചിൽഡ്രൻ ആക്ട് 8 പ്രകാരം കേസെടുത്തിരുന്നു. PI വൈഭവ് നായിക്കിന്റെ മേൽനോട്ടത്തിൽ സാങ്കേതിക സർവൈലൻസ് സംവിധാനം ഉപയോഗിച്ച് ബാലൻ മഡ്ഗാവ് വഴി ട്രെയിൻ കയറി രത്നഗിരിയിലെത്തിയത് കണ്ടെത്തി. തട്ടിക്കൊണ്ടുപോയതല്ല, സ്വയം ഇറങ്ങിപ്പോയതാണെന്ന് പിന്നീട് മനസ്സിലായി. മഹാരാഷ്ട്ര പോലീസുമായി സഹകരിച്ച് ബാലനെ സുരക്ഷിതനായി തിരികെ കൊണ്ടുവന്ന് കുടുംബത്തോടൊപ്പം ചേർത്തു. സാങ്കേതിക വിദ്യയുടെയും വേഗത്തിലുള്ള പ്രതികരണത്തിൻ്റെയും മികച്ച ഉദാഹരണമായി ഈ രക്ഷാപ്രവർത്തനം. കുട്ടിയുടെ മാനസികാരോഗ്യത്തിന് കൗൺസിലിംഗ് ഉറപ്പാക്കുമെന്ന് പോലീസ് അറിയിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.